യെസ്, ന്യൂസ് മോർണിംഗിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കേരളം ഉറ്റുനോക്കുന്നത് പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്ത് വിധിപ്രസ്താവം കോടതി പറയും, കുറ്റക്കാർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കുമോ എന്നുള്ള കാര്യമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിലാണ് CBIയുടെ കോടതി ഇന്ന് വിധി പ്രസ്താവിക്കാനിരിക്കുന്നത്. 6 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം കൊച്ചി CBI കോടതി പുറപ്പെടുവിക്കുന്ന വിധിയിൽ ഏറെ പ്രതീക്ഷയിലാണ് കുടുംബം. മുൻ MLA KV കുഞ്ഞിരാമൻ കേസിൽ 24 പ്രതികളാണുള്ളത്. വിധി പറയുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നിപ്പോൾ കേരളം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധി പ്രസ്താവത്തിന്റെ ദിനമാണ്. 6 വർഷമായിരിക്കുന്നു ആ ഇരട്ട കൊലപാതകം നടന്നിട്ട്. അതിനിടയിൽ അതിന്റെ കേസിന്റെ നാൾവഴികൾ, വിചാരണ തന്നെ 2 വർഷമായി പൂർത്തിയാക്കാൻ എടുത്ത സമയം, ഒപ്പം തന്നെ അതിൽ CBI ഇടപെടലുണ്ടായത്, കേസിന്റെ നാൾവഴികൾ, അങ്ങനെ പല ചരിത്രങ്ങൾ കൂടി നമുക്കറിയാം. എന്തായാലും ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവമായിരിക്കും. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾ എന്ന് കൂടി അറിയുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത് സുനിൽ? കേരളം ഏറെ ചർച്ച ചെയ്ത പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിന്റെ വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. കൊച്ചി CBI കോടതി 11 മണിയോടുകൂടി കേസിന്റെ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിന്റെ വിധി. 6 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ കൂറുമാറ്റങ്ങളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് നടന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ, നാടകങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൻ്റെ അണിയറയിൽ ഒരുങ്ങിയ ചില നാടകങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ്, എന്തായിരിക്കും അതിൻ്റെ ഒരു അവസാന റിസൾട്ട് എന്ന് അറിയാൻ കഴിയും. CBI കോടതിയുടെ വിധി സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പോലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിധിയാണ്. ആ വിധി എതിരായാലും അനുകൂലമായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഒക്കെ വഴി തെളിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വളരെ ചെറിയൊരു വിവരണം നൽകിയാൽ, അതായത് 24 പേരാണ് ഈ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത്. അതിൽ ആദ്യ 14 പേരെ ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 10 പേരെ CBI ആണ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 24 പേർ. ഈ 24 പേരുടെ പ്രത്യേകത എന്ന് പറയുന്നത് CPM ഈ കേസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളും CPMന്റെ നേതാക്കളോ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ ആണ് എന്നതാണ് ഈ കേസിൽ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കൃപേഷിനെയും ശരത്ലാലിനെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ആ 2 ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പക്ഷേ CPM പറയുന്നത് ആ കേസ് പ്രാദേശികമായി ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലുണ്ടായ വിഷയങ്ങളാണ്, അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിലെ 1-ാം പ്രതിയും CPMന്റെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന A. പീതാംബരന് കൃപേഷിനോടും ശരത്ലാലിനോടും ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും അതിന് രാഷ്ട്രീയ നിറം നൽകുകയാണ് പീതാംബരൻ ചെയ്തതെന്നുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് CPM എടുക്കുന്ന നിലപാട്. പക്ഷേ കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് കൃത്യമായൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്ത് നടന്നു. CPMന്റെ ഉന്നതരായ നേതാക്കൾക്ക് ഈ കേസിൽ ബന്ധമുണ്ട്. അവരുടെ കൂടി അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് CBI കേസ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ. അതായത് CPMന്റെ എച്ചിലടക്ക ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന P. രാജേഷ് മുതൽ CPMന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLAയുമായിരുന്ന KV കുഞ്ഞിരാമൻ വരെ CPMന്റെ വലിയ നീണ്ട ഒരു നേതാക്കളുടെ പട്ടിക തന്നെ ഈ പ്രതിപ്പട്ടികയിലുണ്ട്. സ്വാഭാവികമായും CPMുമായി ബന്ധമുള്ള ആരെയെങ്കിലും ഈ കേസിൽ ശിക്ഷിച്ചാൽ, അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അത് CPMന് വലിയ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും. കാരണം നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കാസർഗോഡ് നഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നുപോലും പെരിയ ഇരട്ടക്കൊലപാതകമാണെന്നാണ് പാർട്ടി പിന്നീട് വിലയിരുത്തിയിരിക്കുന്നത്. അതായത് വലിയ തോതിൽ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത്. അതിൻ്റെ സ്വാഭാവികമായും അതിൽ നിന്ന് പാർട്ടി അതിനെ ഒന്ന് ഓവർകം ചെയ്ത് വരുന്ന സമയമാണ്. ആ സമയത്ത് വീണ്ടും വിധി എതിരായാൽ അത് വലിയ പ്രത്യാഘാതം CPMന് ഉണ്ടാക്കും. കാരണം പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പല കാരണങ്ങളുണ്ട്. CPMന് വളരെ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടി വരും പൊതു സമൂഹത്തോട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ വിധി എതിരായാൽ CPMന് ആശ്വസിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. കാരണം നിലവിൽ തന്നെ
ഈ കേസിൽ CPM-ഉമായി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് മുൻ DCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള ആളുകൾ രാജ്മോഹൻ ഉണ്ണിത്താനും ഒപ്പം DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ച് ആ ആരോപണങ്ങൾ പിന്നീട് വലിയ വിവാദമാവുകയും ബാലകൃഷ്ണൻ പെരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത, അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്ത സാഹചര്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് കേസിൽ നടത്തിപ്പിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ബാലകൃഷ്ണൻ പെരിയ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. സ്വാഭാവികമായി അത് കോൺഗ്രസിനുള്ളിലും വലിയ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നതായിരിക്കും. എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിന്റെ വിധി എന്തായാലും അത് CPM-ലും കോൺഗ്രസിലും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇത് പറഞ്ഞു പോകുന്നതിനിടയിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മുൻ കോൺഗ്രസ് നേതാവായിരുന്ന CK ശ്രീധരൻ, പ്രമുഖ അഭിഭാഷകൻ കൂടിയായിരുന്ന അദ്ദേഹം ഇടക്കാലത്ത് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസുമായി തെറ്റിപ്പിരിക്കുകയും CPM-ലേക്ക് ചേക്കേറുകയും ചെയ്തു. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ നിയമോപദേശവും കോൺഗ്രസിന് നൽകിക്കൊണ്ടിരുന്നത്, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന് നൽകിക്കൊണ്ടിരുന്നത് CK ശ്രീധരനായിരുന്നു. പക്ഷെ പിന്നീട് CK ശ്രീധരൻ CPM-ലേക്ക് എത്തിയതിനു ശേഷം KV കുഞ്ഞിരാമൻ അടക്കം ഈ കേസിന്റെ പ്രതികൾ ആയ 9 പേർക്ക് വേണ്ടി, ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് CK ശ്രീധരനാണ്. അതായത് ഈ കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി CK ശ്രീധരനെ CPM വലവീശി പിടിച്ചു എന്ന ആക്ഷേപമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. എന്തായാലും ഈ 9 പ്രതികൾക്ക് വേണ്ടി നിലവിൽ ഹാജരാവുന്നത് CK ശ്രീധരനാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി സ്വാഭാവികമായും CK ശ്രീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി കൂടിയായിരിക്കും വരാനിരിക്കുന്നത്. എന്തായാലും വിധിയുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിയയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വലിയ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ പ്രതികൾ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തുകയും ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനാണ്, ശിക്ഷ വിധിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 11 മണിയോടുകൂടി കേസിൽ വിധി ഉണ്ടാകും. CBI കോടതിയിൽ നിന്ന് വിധി പ്രതീക്ഷിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് 11 മണിയോടുകൂടി പുറത്തു വരാനിരിക്കുന്നത്.